ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 6ാം ക്ലാസ്സിലെ ഹിന്ദിയുടെ 2ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് റൂറു. ഓക്കെ, പുതിയ പാഠപുസ്തകമാണ്. ഫസ്റ്റ് ചാപ്റ്റർ നീലി ചെടിയെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണുക. റൂറു എന്ന ചാപ്റ്റർ ഒരു സ്റ്റോറിയാണ്, ഒരു കഹാനിയാണ്. അതിൻ്റെ ഓഥറിൻ്റെ പേര് രചനാക്കാർ ആരാണ്? പാറോ ആനന്ദാണ് കേട്ടോ. അപ്പം നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഈ ക്ലാസ്സിൽ നമ്മളിതിൻ്റെ റീഡിങ്, മീനിങ്സ്, മലയാളം എക്സ്പ്ലനേഷൻ ആയിരിക്കും തരിക. കഹാനി റൂറു, പാറോ ആനന്ദാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. रूरू एक कंगारू का बच्चा था. कंगारू के बच्चों को जॉयस कहते हैं. वैसे ही जैसे कुत्ते के बच्चे को पिल्ला और बिल्ली के बच्चे को बिलोटा कहते हैं. എന്താ പറയണത്? റൂറു എന്ന് പറയണത് ഇവിടെ കങ്കാരുവിൻ്റെ കുട്ടീനെയാണ് പറഞ്ഞത് കേട്ടോ. റൂറു എന്നുള്ള പേരിൽ വിളിക്കുന്നത് ഇവിടെ ഒരു കങ്കാരുവിൻ്റെ കുട്ടീനെയാണ്. കങ്കാരുക്ക് ബച്ച്, ശരിക്കും കങ്കാരുവിൻ്റെ കുട്ടീനെ വിളിക്കണ ശരിക്ക് പറയണത് എന്താ? ജോയ്സ് എന്നാണ് പറയുക. ഇവിടുത്തെ കങ്കാരു കുട്ടിയുടെ പേരാണ് കേട്ടോ റൂറു എന്നുള്ളത്. വൈസേ ഹി ജൈസെ കുത്തേക്ക് ബച്ചെ, നമ്മൾ ഡോഗ്സിൻ്റെ, നായയുടെ കുട്ടികളെ എന്താ വിളിക്കുക? നായക്കുട്ടികളെ പില്ല എന്നാണ് വിളിക്കുക. അതുപോലെ പൂച്ച, ബില്ലി പൂച്ചയാണ്. പൂച്ചക്കുട്ടീനെ നമ്മൾ എന്തെന്നാ പറയുക? ബില്ലോട്ട എന്നാ പറയുക കേട്ടോ. നെക്സ്റ്റ്, उसकी अम्मी उसे रूरू बुलाती थी क्योंकि वह हमेशा रोता रहता था. അപ്പോൾ ഈ കങ്കാരു കുട്ടിയുടെ അമ്മ ഇതിനെ റൂറു എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? ഇത് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും. ഈ റോത്ത എന്ന് പറഞ്ഞാൽ കരയുക എന്നാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ കങ്കാരു കുട്ടീനെ റൂറു എന്ന് വിളിക്കുന്നത്. റോ ക്യോ രഹേ ഹോ, എന്തിനാ കരയുന്നത്? അമ്മീനെ ഫിർ പൂച്ച, കരഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം അമ്മ ചോദിക്കും, എന്തിനാ കരയുന്നത്? ക്യാ തുംകു ബഹുത് അക്കേല അക്കേല ലഗ്താ ഹേ ബേട്ടാ. അപ്പം അമ്മ ചോദിക്കും, നിനക്ക് എന്താ ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നുണ്ടോ? കങ്കാരു കുട്ടി ഇതിനകത്താണ് കേട്ടോ, ഈ സഞ്ചിയുടെ ഉള്ളിലാണ് കങ്കാരു സഞ്ചിയുടെ. അപ്പോൾ നിനക്ക് ഒറ്റയ്ക്കാണ് എന്ന് ഒറ്റപ്പെടൽ തോന്നുന്നുണ്ടോ, അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ജേബ് സെ ബാരിക് സെ ആവാസ് ആയി. അപ്പോൾ ഈ ജേബ് എന്ന് പറഞ്ഞാൽ പോക്കറ്റ് എന്നാണ് ശരിക്കും മീനിങ് വരിക. ഇവിടെ ഈ കങ്കാരു സഞ്ചി കണ്ടില്ലേ, ഇതിനെയാണ് ജേബ് എന്ന് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്തുനിന്ന് ഒരു ശബ്ദം പുറത്തു വരികയാണ്, മൃദുവായിട്ടുള്ളൊരു സൗണ്ട്. ഹാ മേരാ കോയി ദോസ്ത് രഹി, എനിക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ല, എനിക്ക് കൂട്ടുകാരൊന്നുമില്ല എന്ന് പറയുകയാണ്. അപ്പം ഇതിലെ മീനിങ്സ് റോത്ത എന്ന് പറഞ്ഞാൽ കരയുക എന്നാണ്. അതുപോലെ ബാരിക്സി ആവാസ് എന്ന് പറഞ്ഞാൽ മൃദുവായ ശബ്ദത്തിൽ അത് റിപ്ലൈ കൊടുക്കുകയാണ്. മേരാ കോയി ദോസ്ത് നഹി, എനിക്ക് സുഹൃത്തുക്കളൊന്നുമില്ല. അടുത്തത്, अम्मी गुस्से से कूदने फांदने लगी तो इसलिए उदास रहता था मेरा बच्चा. वो देर तक कूदती ही रही. അപ്പോൾ അമ്മ ഇത് കേട്ടതും തുള്ളിച്ചാടാൻ തുടങ്ങി. ഫാന്തനെ എന്ന് പറഞ്ഞാൽ കൂതിനെ ഫാന്തനെ തുള്ളിച്ചാടുക എന്നാണ്. ഇത് കേട്ടതും അമ്മ തുള്ളിച്ചാടിക്കൊണ്ട് ചോദിക്കും, അതുകൊണ്ടാണോ നീ സങ്കടപ്പെട്ടിട്ട് ഇരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് വീണ്ടും അവരെന്ത് ചെയ്തു? തുള്ളിച്ചാടിക്കൊണ്ടിരുന്നു കങ്കാരു കേട്ടോ. रूरू अब टाइम आ गया बच्चा, अम्मी की गोद से निकलो और बाहर जाकर दोस्त बनाओ. അപ്പോൾ ഈ അമ്മ പറയും, റൂറു ഇപ്പോൾ സമയം വന്നിരിക്കുകയാണ്. എന്തിന്? നീ അമ്മയുടെ ഗോതിൽ നിന്ന്, മടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യുക? പുറത്ത് പോയി നീ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുക. दोस्त പറഞ്ഞ ഫ്രണ്ട്സിനെ ഉണ്ടാക്കൂ. रूरू ने दौड़ा डरते हुए चिचकते हुए हौले से अम्मी की जेब से सिर बाहर निकाला. അപ്പോൾ റൂറുവിന് ആദ്യം കുറച്ച് മടിയും പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പതുക്കെ ഭയന്നിട്ട് മടിയോട് കൂടിയിട്ട് എന്ത് ചെയ്യാണ്? പതുക്കെ അമ്മയുടെ ആ പോക്കറ്റിൽ നിന്ന്, ആ സഞ്ചിയിൽ നിന്ന് തല, സിറെന്ന് പറഞ്ഞാൽ തലയാണ് കേട്ടോ, ഞാനിവിടെ എഴുതിയിട്ടില്ല. സിർ ഹെഡാണ്. തല പതുക്കെ പുറത്തേക്ക്, ബാഹർ എന്ന് പറഞ്ഞാൽ പുറത്തു നിന്നാണ്, പുറത്തേക്ക് നീട്ടി. ദുനിയ കിത്തനി ബഡി തീ, ഈ ലോകം എത്ര വലുതാണ്. കിത്തനി സുന്ദർ, എത്ര മനോഹരമാണ്. കിത്തനി സാരേ രംഗ്, എത്ര കളേഴ്സാണ് ചുറ്റും, എത്ര നിറങ്ങളാണ്. ആവാസ്യം, അതുപോലെ സൗണ്ടുകൾ, പല ശബ്ദങ്ങൾ കേൾക്കൂ. കിത്തനി ഖുഷ്ബു, എത്ര സുഗന്ധമാണ്. ഓക്കെ, ഈ ജേബ് എന്ന് പറഞ്ഞാൽ പോക്കറ്റ്, കങ്കാരു സഞ്ചി എന്നൊക്കെ പറയട്ടെ. ശരിക്കും പോക്കറ്റ് എന്നാണ് ഇതിൻ്റെ മീനിങ് വരിക. അതുപോലെ ആവാസ് പറഞ്ഞാൽ സൗണ്ടാണ്, ശബ്ദം. ഖുഷ്ബു, സുഗന്ധം. ഓക്കെ, അപ്പോൾ അവൻ പുറത്തേക്ക് തലയിട്ടപ്പോൾ ഇതൊക്കെയാണ് അവൻ ആദ്യം അനുഭവപ്പെടുന്ന കാര്യം കേട്ടോ. നെക്സ്റ്റ്, पर रूरू सहम गया. रूरू
പകച്ചുപോയി ഇതെല്ലാം കണ്ടിട്ട്. ഇത്രയും പടി ദുനിയാത്തി ബാഹർ, ഓ ഈ ഞാൻ ഇത്ര, അതായത് ഈ കങ്കാരുക്കുട്ടി അതിനകത്ത് തന്നെയാണല്ലോ, ഇതുവരെ പുറത്തേക്ക് തലയിട്ടിട്ടോ പുറത്ത് പോയിട്ടോല്ലോ, ഇത്രയും വലിയ ലോകമാണോ പുറത്തുള്ളതെന്ന് തോന്നി. അമ്മി കങ്കാരു ദോടി ദേർ തോ സബ്ർ കിയേ രഹി, ഫിർ ഹൽക്കെ സെ തബ്കി ദി. എന്താണ്, ഒന്ന് തട്ടി. ആദ്യം അമ്മി കങ്കാരു എന്ത് ചെയ്തു, മിണ്ടാതെ കുറച്ചു നേരം നിന്നു. എന്നിട്ട് അതിന് ശേഷം പതുക്കെ ഇങ്ങനെ തട്ടി. എന്നിട്ട് ഫിർ റൂറു കോ കുച്ച് ജേബ് സെ നിക്കൽനെ കോഷിഷ് കർത്തെ ദേഖ്നെ ലഗി. അവരെന്ത് ചെയ്തില്ല, അവര് ഈ കുട്ടി കങ്കാരുവിനെ അതിന് പുറത്ത് പോകാൻ ഹെൽപ്പ് ചെയ്യുക അങ്ങനെ ഒന്നും ചെയ്തില്ല കേട്ടോ. അവരിങ്ങനെ നോക്കി നിന്നു. എങ്ങനെയാണ് സ്വയം, ഈ ഗുദ് എന്ന് പറഞ്ഞാൽ സ്വയം എന്നാണ്, സ്വയം എങ്ങനെയാണ് ഈ കുട്ടി കങ്കാരു അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് നോക്കി നിന്നു, ട്രൈ ചെയ്തു. കോഷിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രമിക്കുക എന്നുള്ളതാണ് കേട്ടോ. ആഖിർ റൂറു ജേബ് സെ ബാഹർ നികല. ലാസ്റ്റ് എന്ത് സംഭവിച്ചു, റൂറു ആ സഞ്ചിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. नीचे टहनी पर एक चिड़िया गाना गा रही थी. रूरू ने चिड़िया से पूछने चाहा कि क्या उसे और गाने भी आते हैं. അപ്പോൾ നീച്ച് താഴത്തെ മരച്ചില്ലയിൽ ഒരു പക്ഷി പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നതാണ് അവൻ കാണുന്നത്. അപ്പോൾ റൂറുവിനെ ചിടിയാസെ പൂച്ച്നെ ചാഹാക്കി ക്യാ ഉസെ ഓർ ഗാനാ ബി ആത്തെ ഹെ. അപ്പോൾ ഇതുപോലത്തെ പാട്ടുകൾ ഇനിയും അറിയോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് റൂറു ചോദിക്കുകയാണ് കേട്ടോ. ക്യാ വോ ഉസെ ഗാന സിക്കാദേഗി, പാട്ട് പഠിപ്പിച്ച് തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചിടിയ ഉഡ്കർ ദൂസരെ പേട് പർ ബൈഠ് ഗയി. പക്ഷെ ഈ പക്ഷി എണീറ്റിട്ട് എന്ത് ചെയ്തു, പക്ഷി പറന്നു പോയിട്ട് വേറൊരു മരച്ചില്ലയിൽ പോയിട്ട് വേറൊരു മരത്തിൽ പോയിട്ട് ഇരുന്നു. റുക്കോ ജാവോ മത്. അപ്പോൾ ഇതൊക്കെ ചോദിച്ചു കേട്ടിട്ട് പക്ഷി എന്ത് ചെയ്തു, പറന്നുപോയി. അപ്പോൾ പോലെ നിക്ക് റുക്കോ പറഞ്ഞാൽ നിക്ക് എന്ന് പറയും. ചിടിയാക്കി പീച്ചെ കൂതത്തെ ഹുവാ റൂറുനെ ചില്ലായ. അപ്പോൾ ചിടിയാക്കി പീച്ചെ കൂതത്ത്, അപ്പോൾ തുള്ളി ചാടിയിട്ട് ഈ പക്ഷിയുടെ ബാക്കിൽ പോവാണ് റൂറു, അലറിക്കൊണ്ട്. ചില്ലായ എന്ന് പറഞ്ഞാൽ അലറുക. ചിടിയ ബോലി. അപ്പോൾ ഈ പക്ഷി പറയും, മേ റുക് നെഹി സക്തി, എനിക്ക് നിൽക്കാൻ പറ്റില്ല. ബഹുത് ബുറാ ഹോ ഗയാ ഹേ, എനിക്ക് എന്തോ നെഗറ്റീവായിട്ട് എന്തോ എനിക്ക് നടന്നിട്ടുണ്ട്, എനിക്ക് നടന്നത് നല്ലതല്ല, എന്തോ മോശമായിട്ട് അവർക്ക് സംഭവിച്ചിട്ടുണ്ട് അവരുടെ ലൈഫിൽ. ക്യാ ബുറാ ഹുവാ. അപ്പോൾ എന്താണ് നിനക്ക് സംഭവിച്ചത്, എന്താണ് അങ്ങനെ സംഭവിച്ചു ചോദിക്കുകയാണ്. ആര്, നമ്മുടെ കങ്കാരു കുട്ടി ചോദിക്കുകയാണ്, റൂറു ചോദിക്കുകയാണ്. പിछली रात ഭയാനക് തൂഫാൻ ആയാതാ. തലേന്ന് രാത്രി ഒരു ഭയങ്കരമായിട്ടുള്ള കൊടുങ്കാറ്റ് വന്നു. തൂഫാൻ എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റാണ്. മേരാ ഗോസല ബിഗർ ഗയ, എൻ്റെ കിളിക്കൂട്. ഗോസല എന്ന് പറഞ്ഞാൽ കിളിക്കൂടാണ്. കിളിക്കൂട് ബിഗർ ആണ്, തകർന്നു പോയിട്ടോ. ഗോസല കിളിക്കൂട്, തൂഫാൻ കൊടുങ്കാറ്റ്, ബിഗർ ഗയ പറഞ്ഞാൽ തകർന്നു പോയി. കഹി മേരെ ബച്ചെ ഗിർ ന ജായേ മേ ഗാന നിഹി ഗാ രഹി തീ. അതായത് അവരുടെ ആ പക്ഷിക്കൂട് തകർന്നു, കുട്ടികൾ താഴെ വീണിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വീണില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ പാട്ട് പാടില്ലായിരുന്നു എന്നാ പറയണേ കേട്ടോ. മേ ഗാന നെഹി ഗാ രഹി തീ അപ്നെ സാത്തിക്കു പുലാ രഹി തീ. അപ്പോൾ അത് പാട്ട് പാടുന്നതല്ല, എന്താ ചെയ്യുന്നത്, ഇവരുടെ പാർട്ട്ണർ ഉണ്ടല്ലോ, ആ കൂടെയുള്ള ആളെ വിളിക്കുകയാണ്, വേറെ പക്ഷീനെ വിളിക്കുകയാണ്. വോ ആ ജായേ തോ ഹം മിൽക്കർ ജൽദി ജൽദി ഗോസല ടീ കർലേ. അപ്പോൾ അച്ഛൻ പക്ഷീനെ ആയിരിക്കും അമ്മ പക്ഷി വിളിക്കണ്ടാവുക അല്ലേ. ഒരു പക്ഷീനെ കുറിച്ച് ഇവിടെ പറയുന്നുള്ളൂ, അതിൻ്റെ ജെൻഡറൊന്നും ഇവിടെ പറയണില്ല, ആണാണോ പെണ്ണാണോ എന്നൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെയുള്ള പക്ഷീനെ ഇത് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പക്ഷിയും കൂടി വന്നു കഴിഞ്ഞാൽ വേഗം ആ കൂട് ശരിയാക്കാലോ എന്ന് പറയുകയാണ് കേട്ടോ. റൂറു ചിടിയാക്കി സാത്ത് ചൽ പട. അങ്ങനെ റൂറു ഈ പക്ഷീൻ്റെ കൂടെ പോകും. ബച്ചെ ജമീൻ പർ ബേഹാൽ പടേ ഹുയേത്തെ. അപ്പോൾ കാണുന്ന കാഴ്ച എന്താ, ഈ പക്ഷിയുടെ കുട്ടികൾ നിലത്ത് വീണ അവശരായി കിടക്കുകയായിരിക്കും. ചിടിയ ജോർ സെ റോയി. അപ്പോൾ ഈ പക്ഷി വളരെ കരഞ്ഞു. ഉസ്കി ആവാസ് സുൻ ഉസ്കാ സാത്തി ഉടുത്താ ഹുവ ആയ. അപ്പോൾ അതിൻ്റെ സൗണ്ട് കേട്ട് അതിൻ്റെ സാത്തി വേറെ പക്ഷി വേഗം പറന്നു വന്നു. ഉൻ ദോനോക്കു ഉദാസ് ദേഖ് റൂറു കു ഏക് ഗയാൽ ആയ. അപ്പോൾ ഇവർ രണ്ടാളും കരയണ കണ്ടത് പെട്ടെന്ന് നമ്മുടെ കങ്കാരു കുട്ടിക്ക് റൂറുവിനൊരു പെട്ടെന്ന് ഒരു കാര്യം ഓർമ്മ വന്നു. മുझे एक जगह मालूम है, എനിക്കൊരു സ്ഥലം അറിയാം. जब तक बच्चे उड़ने लायक नहीं हो जाते वे आराम से वही रह सकते हैं. ഈ പക്ഷിക്കുട്ടികൾ പറക്കാനാവുന്നത് വരെ നിങ്ങൾക്ക് അവിടെ വിശ്രമിക്കാവുന്നതാണ് എന്ന് പറയും. അങ്ങനെ ഒരു സ്ഥലം എനിക്കറിയാമെന്ന് റൂറു പറയുകയാണ്. फिर क्या था, रूरू की मदद से अम्मी ने धीरे धीरे सारे बच्चों को अपनी नरम मुलायम जेब से അറക്കില്ല. പിന്നെന്ത് സംഭവിക്കും, ആ കൂട്ടിയിട്ട് പോകില്ല. ഈ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഈ പറയുന്ന റൂറു എന്ത് ചെയ്യും, ഈ പക്ഷിക്കുട്ടികളെയും അമ്മേനെയും കൊണ്ടുപോയിട്ട് ഇവരുടെ കങ്കാരു അമ്മയുടെ അടുത്ത് പോവും. പോയതിന് ശേഷം
അമ്മ എന്ത് ചെയ്യും? ആ കുട്ടികളെ ഈ പറയുന്ന കിളിക്കുട്ടികളെ അവരെ अपनी നരം മുലായം ജേബ് മേ രഖ് ദിയ. മൃദുവായ, നരം പറഞ്ഞാൽ മൃദുവായ തന്നെയാണ്, മുലായമും മൃദുവായ തന്നെയാണ് മീനിങ് കേട്ടോ. ആ ഒരു പോക്കറ്റിൽ ആ സഞ്ചിയിൽ വെച്ചു. യഹ ഉന്നെ കോയി ഖത്ര നഹീ താ. അതായത് ഇവിടെ ഭയപ്പെടാൻ ഒന്നുമില്ല, പേടിക്കാൻ ഒന്നുമില്ല. ചിടിയ ഖുഷി സെ ഗാനെ ലഗി. അങ്ങനെ പക്ഷികൾ വീണ്ടും പാട്ട് പാടാൻ തുടങ്ങി സന്തോഷത്തിൽ. ഉനോനെ റൂറു കോ ബി ഗാന സിക്കാ ദിയ. റൂറുവിനെയും പാട്ട് പഠിപ്പിച്ചു. ഉസ് രാത് റൂറു ആഹിസ്ത സെ സംഭാൽക്കർ അമ്മിക്ക് ജേബ് മേ ഗുസ്സ. ആ രാത്രി എന്ത് സംഭവിക്കുന്നറിയോ? റൂറു പതുക്കെ ശ്രദ്ധിച്ച്, സംഭാൽക്കർ ശ്രദ്ധിച്ച് ഈ അമ്മയുടെ പോക്കറ്റിലേക്ക് കയറി, ഈ സഞ്ചിയിലേക്ക് കയറി. ഓക്കെ. വഹ ചിടിയാക്കി ബഗൽ മേ ദുബക് ഗയ. ആ പക്ഷിയുടെ അടുത്ത് പോയിട്ട് പതിയെ ഇരുന്നു കേട്ടോ. അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാതെ ഇരുന്നു. അബോ അക്കേല നഹീത. ഇപ്പം അവൻ ഒറ്റയ്ക്കല്ല, ആ സഞ്ചിയുടെ ഉള്ളിൽ അവൻ്റെ കൂടെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കിട്ടിയില്ലേ, അതാണ്. അപ്പോൾ അവൻ ഹാപ്പിയായി. അപ്പോൾ ഇതാണ് നമ്മുടെ റൂറു എന്നുള്ള സ്റ്റോറി വരുന്നത്. അപ്പം നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മളിതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും ഒക്കെ ചെയ്യുന്നതായിരിക്കും. കഥ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ആ ബെൽ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.